Assalamualaikum, welcome back to my channel Lubna's Cloud. It's me Lubna. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗാന്ധി ജയന്തിക്ക് പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ഒരു വാൾ ഡെക്കർ ആണ്. നമുക്ക് ഒരു പൈസ ചെലവില്ലാതെ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐഡിയ ആണ്. അപ്പോൾ കീപ് വാച്ചിങ്. അപ്പോൾ ഫസ്റ്റിന് ഞാനിത് ഒരു 30 സെൻറ്റിമീറ്റർ ഡയമീറ്ററിൽ ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് ഗാന്ധി ജയന്തിൻ്റെ ആ ഒരു ഹെഡ് ഞാൻ ജസ്റ്റ് ഇതിൽ വരച്ചു കൊടുക്കുകയാണ്. അപ്പം വരയ്ക്കാൻ അറിയാത്തവർക്ക് ജസ്റ്റ് നമുക്ക് നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിൾ മെത്തേഡ് യൂസ് ചെയ്ത് ജസ്റ്റ് സ്കെച്ച് ചെയ്ത് അങ്ങനെ വരച്ചെടുക്കാം. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ഒരു പോർട്രേറ്റ് ആയിട്ടുള്ളൊരു ഫോട്ടോ ആണ് ഞാനിവിടെ വരച്ചെടുത്തിട്ടുള്ളത്. ഇനി അത് നമുക്ക് ഇതുപോലുള്ളൊരു ബ്ലേഡ് വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. കത്രിക കൊണ്ട് നമുക്ക് അങ്ങനെ കട്ട് ചെയ്യാൻ വൃത്തിയിൽ കട്ട് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ ഇതുപോലെ ബ്ലേഡ് യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മളിത് ഇപ്പം ഒഴിവാക്കേണ്ട ഭാഗമൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ചെയ്യാൻ പോകുന്നത് നമ്മൾ സാൻഡ് വെച്ചിട്ടാണ്. അപ്പോൾ കുട്ടികൾക്കാണെങ്കിലും നല്ലോണം എൻജോയ് ചെയ്തൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ആർട്ട് വർക്കാണ്. അപ്പം ഇത് നമ്മൾ ഫസ്റ്റ് തന്നെ വൈറ്റ് ഗ്ലൂ ആണ് ഇതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഗാന്ധിജിൻ്റെ പിക്ചറിൻ്റെ അവിടെ നമ്മൾ ഫസ്റ്റ് ഒന്ന് വൈറ്റ് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇതിപ്പോൾ എൻ്റെ അടുത്ത് വലിയൊരു ബോട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ചെറിയ പോർഷൻസൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ബീഡ്സ് യൂസ് ചെയ്തിട്ടാണ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ചെറിയ നിബുള്ള ടൈപ്പ് വൈറ്റ് ഗ്ലൂ ഉണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് യൂസ് ചെയ്തിട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു പകുതി ഭാഗം ഞാൻ വൈറ്റ് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ സാൻഡ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ജസ്റ്റ് നമ്മളിതുപോലെ അങ്ങനെ തട്ടി കൊടുത്തു കഴിഞ്ഞാൽ വൈറ്റ് ഗ്ലൂ ഉള്ള ഭാഗത്ത് സാൻഡ് അവിടെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും. പിന്നെ നന്നായിട്ട് ഡ്രൈ ആവാൻ നമ്മൾ കുറച്ച് സമയം വെക്കണം. അപ്പോൾ ബാക്കി പോർഷനും കൂടെ ഇതുപോലെ വൈറ്റ് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ സെയിം പ്രോസസ്സ് ചെയ്യാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു ആക്ടിവിറ്റിയാണ് ഗാന്ധി ജയന്തിക്ക്. അപ്പം എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എനിക്ക് ഫോട്ടോസ് അയച്ചു തരണം. അപ്പോൾ ഇതിൽ നമ്മൾ ഫുള്ളായിട്ട് സാൻഡ് നമ്മൾ അപ്ലൈ ചെയ്ത് ഫുള്ള് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡ്രൈ ആവാൻ വേണ്ടി വെക്കണം. ആ സമയം നമുക്ക് കുറച്ച് പണി വെച്ചാൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലെ പേപ്പർ റോള് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ചർക്കയുടെ വീഡിയോ. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. ആ സെയിം അതുപോലെ തന്നെ നമ്മൾ പേപ്പർ ഒരു സ്റ്റിക്ക് യൂസ് ചെയ്ത് റോൾ ചെയ്തെടുക്കുകയാണ്. ഇതിന് ശേഷം ലാസ്റ്റ് വൈറ്റ് ഗ്ലൂ അപ്ലൈ ചെയ്ത് അവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു സ്റ്റിക്ക് ജസ്റ്റ് വരച്ചു കൊടുക്കുക. അങ്ങനെ നമുക്ക് പേപ്പർ കൊണ്ട് ഇതുപോലുള്ള സ്റ്റിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ പേപ്പർ റോൾ ജസ്റ്റ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഈ ഗ്യാപ്പുള്ള ഈ പോർഷനിൽ കൂടെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ അതിന് ഞാനിപ്പോൾ ഇവിടെ ഗ്ലൂ ഗൺ ആണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്ത് ഗ്ലൂ വേണമെങ്കിലും യൂസ് ചെയ്യാം. നിങ്ങളുടെ കയ്യിലുള്ള ഗ്ലൂ യൂസ് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ ഇതാ നമ്മൾ ഫുള്ള് ഈ ഒരു രീതിയിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു വാൾ ഡെക്കറായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. സ്കൂളിലും നമ്മുടെ ക്ലാസ് റൂമിലൊക്കെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി ഗാന്ധിജിയുടെ ഒരു വാൾ ഡെക്കർ ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക. അങ്ങനെ ഇതിൻ്റെ മുകളിൽ ഞാൻ വൈറ്റ് അക്രിലിക് പെയിൻറ് യൂസ് ചെയ്തിട്ട് ആ ഫേസിൻ്റെ അവിടെ വൈറ്റ് അക്രിലിക് പെയിൻറ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കി കുറച്ച് പോർഷനിൽ നമ്മൾ ഇനി അപ്ലൈ ചെയ്യുന്നത് ബ്ലാക്ക് അക്രിലിക് പെയിൻ്റ് ആണ്. അപ്പോൾ അത് നമുക്ക് ഇതുപോലുള്ള ബ്രഷ് യൂസ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ പറയാറുണ്ട് ചെറിയ നൈസായിട്ട് നേരമുള്ള പോർഷനിൽ നമ്മൾ ചെറിയ ബ്രഷ് നാരോ ആയിട്ടുള്ള ബ്രഷ് യൂസ് ചെയ്തിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഐബ്രോ അങ്ങനെയുള്ള പോർഷൻസൊക്കെ അല്ലേ അതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് പെയിൻറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമുക്കിത് മൊത്തമായിട്ടൊന്ന് ചെയ്തെടുക്കാം. അതായത് ഇവിടെ ഞാനിപ്പോൾ ബ്ലാക്ക് അക്രിലിക് പെയിൻറ്റ് കൊടുക്കുന്നത് നമ്മൾ ഇപ്പം മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ സാൻഡിൻ്റെ ആ ഒരു വർക്ക് ചെയ്ത പോർഷനിൽ കൂടെയാണ് ബ്ലാക്ക് പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്.
നല്ല ഭംഗിയിൽ നമ്മുടെ മഹാത്മാഗാന്ധിൻ്റെ ആ ഒരു ഫേസ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് നോക്കുന്ന സമയത്ത് സാൻഡിലാണ് ചെയ്തതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ആ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പം ഇനി ഇതിൻ്റെ ചുറ്റുഭാഗമായിട്ട് ബ്ലാക്ക് പെയിൻറ്റും കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തു. ഇനി ഞാനിതിൽ കുറച്ചൊരു ആൻറ്റിക് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൽ ഞാൻ കുറച്ച് ഗോൾഡ് അക്രിലിക് പെയിൻറ്റും കൂടെ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പ്ലസ് ഈ ഒരു നമ്മളിപ്പോൾ വൈറ്റ് പേപ്പർ കൊണ്ട് ചെയ്തില്ലേ, അതിൽ കൂടെ ഈ ഒരു വൈറ്റ് അക്രിലിക് പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് ഗാന്ധി ജയന്തിക്ക് പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഒരു വാൾ ഡെക്കർ ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക. എന്നിട്ട് എന്തായാലും എനിക്ക് ഫോട്ടോസ് അയച്ചു തരിക. അപ്പോൾ നമുക്ക് അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.